വീറ്റി ഫുഡ് ആൻഡ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുക്കുംബർ നമ്മുടെ ഗ്രോ ബാഗിൽ എങ്ങനെ നടാം എന്നുള്ളതാണ്. ഞാനത് ഗ്രോ ബാഗിനകത്ത് പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3-4 ആയി വന്നു. അപ്പോൾ ഗ്രോ ബാഗിനകത്തോട്ട് നടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മണ്ണ് അങ്ങോട്ട് കാണിക്കുക. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന മണ്ണാണ്. അത് എൻ്റെ ഓരോ ഗ്രോ ബാഗ് ഒഴിയുമ്പോഴും ഞാൻ ആ മണ്ണ് കൊണ്ടുവന്ന് ഇട്ട് അതിനകത്തുള്ള വേരുകളോ ഇത് ചപ്പ് ചവറെല്ലാം മാറ്റിയിട്ട് വേറെ മണ്ണും കൂടി ഇട്ട് കുമ്മായം ഇട്ട് വെച്ചിരിക്കുന്ന മണ്ണായത്. അപ്പോൾ ഇത് കുറേ ദിവസമായി. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൂടെ ഞാൻ പറയാം. ഈ ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം, നമുക്ക് കുറച്ച് ചകിരിച്ചോറ് വേണം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി കുറച്ച് കൂടുതലായാലും നമുക്ക് കുഴപ്പമില്ല. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും വളരെ കുറച്ചേ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് വേണ്ടു. എല്ലുപൊടി കുറച്ചും കൂടി എടുക്കാം. അപ്പോൾ അതിനുള്ള മണ്ണും സാധനങ്ങളൊക്കെ ഞാൻ എടുക്കട്ടെ. കുറച്ച് ചാമ്പലും കൂടെ നമ്മൾ മിക്സ് ചെയ്താൽ ഇന്ന് കുക്കുംബർ നടുന്നത്. ഇതാണ് ഞാൻ കുക്കുംബർ നടാനായിട്ട് എടുത്ത ഗ്രോ ബാഗ്. ഈ ഗ്രോ ബാഗിനകത്ത് ഞാൻ നല്ലതുപോലെ കരിയിലയായിട്ടേക്കുന്നത്. ഈ കരിയില ഉണ്ടല്ലോ, ഇത് പപ്പടം പൊടിയുന്നത് പോലെ ഇത് പൊടിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം കരിയില ഇതിനകത്ത് കൊള്ളുവോ അത്രത്തോളം നമ്മൾ അമർത്തി വെക്കണം. ഇനി അതിൻ്റെ മേളിലോട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇതുപോലെ മണ്ണൊക്കെ ഇടുമ്പോഴത്തേന് ഇതങ്ങ് അമരും. ഇതിട്ടിട്ട് കാണിക്കാമേ. ഗ്രോ ബാഗ് ദേ ഇതുപോലെ നിറച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ തൈ നടാനായിട്ട് അതിനൊരു കുഴിയൊക്കെ എടുക്കാം. കുഴി എടുത്തിട്ട് നമ്മൾ ഇത് നട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ഇതിനകത്ത് മണ്ണ് താഴുന്നതനുസരിച്ച് മണ്ണും വളവും ഓരോ ഘട്ടമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. കണ്ട, ഞാൻ തൈ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൈ നട്ടു കൊടുക്കാം. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അതിനൊരു തണൽ കൊടുക്കണം. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ നട്ടിട്ടുണ്ടല്ലോ, നല്ല വെയിലല്ലേ, നമ്മൾ അതിനെ എങ്ങനെ സംരക്ഷിക്കും? അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചൊരു തണലൊക്കെ കൊടുത്തിട്ട് വേണം. ഒരു 2-3 ദിവസം എന്തായാലും തണൽ കൊടുക്കണം. എന്നാലേ അതൊന്ന് പച്ച പിടിച്ച് വരത്തോളേ. ഇത് നട്ടിട്ട് കാണിക്കാം. അപ്പോഴേ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരത് ചെയ്യാനും എൻ്റെ ചാനലിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുതേ. തൈയെല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞ് അതുകൊണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു ശകലം സാഫ് ഇട്ടിട്ട് വെള്ളം കലക്കി ഈ നട്ടതിനൊക്കെ ഒഴിക്കാം. കാരണം നമ്മൾ നട്ട തൈ
തൈ നമ്മൾ പിരിച്ച് നട്ടയല്ലേ, അപ്പോൾ അതിൻ്റെ വേരിനൊക്കെ എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതിരിക്കട്ടെ. വെള്ളം കലക്കി ഇനി അതൊഴിച്ചു കൊടുക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.